ഹേ ഗൈസ്, കുറച്ച് ക്രേസി ആയിട്ടുള്ള അനിമൽസിനെ കണ്ടാലോ? ഈ അനിമൽസിന് ഇൻവിസിബിൾ ആവാനുള്ള പവറുണ്ട്. നമ്പർ 1, ഗ്ലാസ് സ്ക്വിഡ്. ഇവ ആഴമുള്ള റീഫ് വാട്ടറിൽ മാത്രമാണ് കാണപ്പെടുന്നത്. ഇതിനൊരു വൈൽഡ് ആയിട്ടുള്ള സൂപ്പർ പവർ ഉണ്ട്. അഥവാ ഇവയെ കഴിക്കാൻ പ്രിഡക്റ്റേഴ്സ് വന്ന് ഇവ കംപ്ലീറ്റ് ആയിട്ട് ട്രാൻസ്പെറൻ്റ് ആകും. സോ പ്രിഡക്റ്റേഴ്സിന് ഇവയെ കാണാൻ സാധിക്കില്ല. ഈ സെയിം ടെക്നിക് ഉപയോഗിച്ചാണ് സൈലൻ്റായി ഇവ ഇരയെ വേട്ടയാടി ഭക്ഷിക്കുന്നത്. നമ്പർ 2, കാറ്റർപില്ലർ. ആദ്യം നോക്കിയ ഒരു ഇല മാത്രമല്ലേ നിങ്ങൾ കാണുന്നത്, പക്ഷേ ഇതിലൊരു കാറ്റർപില്ലർ ഒളിഞ്ഞിരിപ്പുണ്ട്. ഇതിൻ്റെ ബോഡിയും കളറും ഈ ഇലയുമായി എന്തുമാത്രം മാച്ചിങ് ആണ്, എന്ത് പെർഫെക്റ്റ് ആയിട്ടാണ് ബ്ലെൻഡ് ആവുന്നത്. ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ ആ ഇല എന്തോ അനങ്ങുന്നത് പോലെ കാണത്തില്ലേ? ഇങ്ങനെയാണ് അവർ ഒളിച്ചിരിക്കുന്നത്. ലാസ്റ്റ് വൺ കാണുന്നതിന് മുമ്പ് ഏലിയൻസ് ഉണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അല്ലെന്നാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങളൊരു റൊണാൾഡോ ഫാനെങ്കിൽ ഐ ലവ് യു റൊണാൾഡോ എന്ന് കമൻറ്റ് ചെയ്യണേ. നമ്പർ 3, ഫ്ലാറ്റ് ഫിഷ്. ഇതിൻ്റെ തല തൊട്ട് വാല് വരെ ഇൻവിസിബിൾ ആണ്. ഗൈസ്, ഇത് ചെറുതായി അനങ്ങുമ്പോൾ മാത്രമാണ് നമുക്ക് ഇത് ഉണ്ടെന്ന് മനസ്സിലാക്കുന്നത്. കടൽ വെള്ളത്തിൽ ഇത് സ്റ്റില്ലായിട്ട് നിന്നാൽ ഈ മീൻ ഉണ്ടെന്ന് പോലും നമുക്ക് മനസ്സിലാകില്ല. എന്ത് ബ്ലെൻഡായിട്ടാണ് ആ മീൻ പോകുന്നത്.